ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല വിഷുദിനാശംസകൾ കേട്ടോ. ഈ വർഷം മുഴുവനും എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയൊക്കെ ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വിഷുക്കണി ഒരുക്കുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വൃന്ദക്കുട്ടിയും ഞാനും കൂടിയാണ് ഇങ്ങനെ എന്താ പറയുക കണിയൊക്കെ ഒരുക്കാനായിട്ട് പോണത്. അപ്പോൾ ഷാനുട്ടനും ഏട്ടനൊക്കെ കൂടി അവൻ്റെ മാമനെ കൊണ്ടുവരാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ പെട്ടെന്ന് സെറ്റാക്കുന്നത്, അല്ലെങ്കിൽ കണി ഒരുക്കി കഴിയുമ്പോഴേക്കും പകുതി സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഉരുളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനത്തെ കൊട്ടയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ അവളും ഞാനും, അവൾക്ക് കുമ്പിടാനൊന്നും പറ്റില്ല എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ അത്യാവശ്യം ഇത് ചെയ്തിട്ടാട്ടോ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത്. കാരണം നാട്ടിലെ പോലെയല്ലല്ലോ, നമ്മൾ നാട്ടിലത്തെ രീതിയിലേക്കൊന്ന് സെറ്റാക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് ഒന്ന് സെറ്റാക്കിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ കിഴക്കോട്ട് ദർശനം വെക്കുമ്പോൾ ഈ ഒരു സ്പേസാണ് ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ എത്രയൊക്കെ ചെയ്തിട്ടും നമുക്കൊരു മനസ്സിനൊരു സംതൃപ്തി വരുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ്, ചക്കയൊന്നും കിട്ടിയില്ല, കിട്ടിയ കുറച്ച് സാധനങ്ങൾ നമ്മൾ വെച്ചു. ഓറഞ്ച്, ആപ്പിള്, മാങ്ങ, പഴം, പിന്നെന്താണ് മാതള നാരങ്ങ, പൈനാപ്പിള്, പിന്നെന്താണ് ഒരു അവക്കാഡോ, അങ്ങനെ കിട്ടിയ കുറച്ച് ഫ്രൂട്ട്സ്, പച്ചക്കറി ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. കിട്ടിയ കുറച്ച് ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒരുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വർത്താനൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെയല്ലേ ഒരു രസം. അപ്പോൾ നാട്ടിലായാലും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിത് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലെല്ലാവരും കൂടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്കത് ഇല്ലെങ്കിൽ ആ ഒരു വർഷം എന്തോ ഒരു കുറവ് മാറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരുവിധം സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് നവധാന്യങ്ങളില്ല, അപ്പോൾ ഉള്ള ധാന്യങ്ങളൊക്കെ വെച്ചിട്ട് ശരിയാക്കാണ്. പരിപ്പ്, കടല, പിന്നെന്താണ് ചോളം, അതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സൊക്കെ തന്നെയുള്ളൂ, എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതേ നമ്മൾ ഇങ്ങനെ വെച്ചെങ്കിലും ഒരു തൃപ്തിയില്ല. അതായത് നമുക്കൊന്ന് തൊഴാനൊന്നും പറ്റാത്ത കാരണം കൊണ്ട് ഇത് ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്ക് മാറ്റിയിട്ടോ, ക്ലീൻ ചെയ്തിട്ട് ആ ഒരു സ്പേസിലേക്ക് മാറ്റി. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു സ്പേസാണ്, ഒരു ഒഴിഞ്ഞ സ്പേസാണ്. പിന്നെ ഫുഡ് കഴിക്കേണ്ട നേരം ആകുമ്പോഴേക്കും റെഡി ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ സനീപ അതൊക്കെ സെറ്റാക്കി തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റിയെങ്കിലും പിന്നെയും കുറച്ച് അതായത് നമുക്ക് നാട്ടിലൊരു വൈബ് കിട്ടണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം. അപ്പോൾ എന്താ പറയുക, എങ്ങനെ വെച്ചിട്ടൊന്നും സെറ്റ് ആവണില്ല. നാട്ടിലാണെങ്കിൽ നമ്മൾ ആ ചിരാതും ഇതൊക്കെ കത്തിക്കുമ്പോൾ ഒന്ന് സെറ്റാവും. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ വന്നു കേട്ടോ, നല്ല ഭംഗിയുള്ള നല്ല ഐശ്വര്യമുള്ളൊരു കൃഷ്ണൻ. അപ്പോൾ സനീപ അത് കൊണ്ട് വെച്ചപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു പോസിറ്റിവിറ്റി ആയി. കാരണം നല്ലൊരു ഇത് തന്നെയാണ്, വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ വെച്ചിട്ട് എനിക്കൊരു തൃപ്തിയില്ല, ഒരു സെറ്റാവണില്ല. പക്ഷെ അവസാനം ഞാൻ സെറ്റാക്കും കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ അങ്ങോട്ട് നീക്കി വേണ്ട കുറേ സാധനങ്ങൾ, കണ്ണാടി ഇല്ല, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇല്ലായ്മയുടെ കാര്യമൊന്നും പറയില്ലേ, നിങ്ങൾ ഇതില്ല എന്ന് കമൻറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഇല്ലായ്മയുടെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറയണില്ല, കാരണം നാടല്ല ഇത്. അപ്പോൾ ഈ സനീപ് എനിക്ക് തേങ്ങയൊക്കെ ഉടച്ച് കൊണ്ട് തന്നിട്ടോ. തേങ്ങ ഞാൻ ഉടക്കില്ല, എനിക്ക് നല്ല പേടിയാണ്. തേങ്ങ ഉടയ്ക്കുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ പിന്നെ ഇനി ഒരു വർഷം പോകുമെന്നുള്ളൊരു പേടിയൊക്കെയാണ് എനിക്ക്. നമ്മൾ ചന്ദനം, ഭസ്മം അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കൺമഷി വെച്ചിട്ടുണ്ടായിരുന്നില്ല, കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഉടയാട വെക്കുന്നുണ്ട് കേട്ടോ. ഉടയാട വെക്കുന്നുണ്ട്, അതുപോലെ തന്നെ മയിൽപ്പീലി വെക്കുന്നുണ്ട്. മയിൽപ്പീലി പിന്നെ കൃഷ്ണൻ്റെ മെയിൻ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. ഞാൻ കുങ്കുമം കുറേ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു വിഘ്നേശ്വരനും അതുപോലെ തന്നെ മുരുകനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ജസ്റ്റ് ഒന്ന് നിറഞ്ഞൊരു സമൃദ്ധിയല്ലേ. കണി കാണാമെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സമൃദ്ധിയുടെ ഒരു ഉത്സവമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എല്ലാ ധാന്യങ്ങൾ, അതുപോലെ തന്നെ ഈ ചാമ്പയ്ക്ക, രൂപിക്ക, ഈ സാധനങ്ങളൊക്കെ ഞാൻ വെക്കും. എനിക്ക് കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും ഞാൻ വെക്കും. അതുപോലെ അതൊരു അത് കണ്ടാൽ തന്നെ എനിക്ക് ഈ വർഷം എന്തോ വലിയൊരു സംഭവം കിട്ടിയൊരു പ്രതീതിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടാവും? ഞാനിത് വ്ളോഗ് ഇടാൻ വേണ്ടി പറയുന്നതല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ ഇത് അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. എനിക്ക് ഇങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യും. നമ്മളെവിടെ പോയാലും നമ്മളുടെ ഇപ്പോൾ ഈ ഒരു വിഷുക്കണി ഒരുക്കുമ്പോഴായാലും ഈ ഒരു വിഷു ആഘോഷിക്കുമ്പോഴായാലും
ഈ വർഷം എനിക്ക് 30 വയസ്സാവും. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ആ ചെറുപ്പത്തിലത്തെ ആ ഒരു വിഷു ഉണ്ട്, അതായത് കണിക്കൊന്ന പറിക്കാൻ നമ്മൾ പോണതും അതുപോലെ വിഷുവിൻ്റെ അന്ന് തറവാട്ടിൽ കൂടുന്നതും, ആ ഒരു ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇവിടെ എത്തിയിട്ടും ആ ഒരു ചിന്തയും ആ ഒരു കാര്യങ്ങളും, അന്നത്തെ വിഷുക്കണിക്ക് ഇത്രയും ഒരു ഇതൊന്നുമില്ല. നമ്മുടെ കൃഷ്ണനാണെങ്കിലും കുറച്ച് പഴയ കൃഷ്ണനായിരിക്കും, ഇത്ര അധികം ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും അന്നത്തെ ആ ഒരു വിഷു, അന്നത്തെ ആ ഒരു പങ്കുവയ്പ്പ്, അന്നത്തെ ആ ഒരു എന്താ പറയുക ഷെയറിങ്, അതൊക്കെ എനിക്കിങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ അതൊരു നൊസ്റ്റുമാണ് എനിക്ക്. അതുപോലെ ഞാൻ അച്ഛമ്മയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട്. വിഷുവിൻ്റെ അന്നൊക്കെ പലഹാരം ഉണ്ടാക്കുന്ന കാര്യങ്ങളും അങ്ങനെ ഒരുപാട് മെമ്മറീസാണ് ഇതൊക്കെ ഒരുക്കുമ്പോൾ. അപ്പോൾ അത് ഈ ഒരു ഇത് എൻ്റെ മോനും വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വിഷുവിന് എന്തായാലും ഇവിടെ വന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇതിനുള്ളൊരു സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ഈ വിഷുവിന് എന്തായാലും അവൻ്റെ മൂന്നാമത്തെ വിഷുവാണ്. അവന് 2 വയസ്സ് കഴിഞ്ഞെങ്കിലും അവന് മൂന്നാമത്തെ വിഷുവാണിത്. അപ്പോൾ അവനെ കാണിക്കണം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പിന്നെ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഈ ഉടയാട ഇങ്ങനെ വെക്കുമ്പോൾ എവിടെ വെക്കും എന്നുള്ള ഉടയാട കാണണം. പിന്നെ ഗോൾഡ് വെക്കണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി. ഗോൾഡ് വെക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി, അത് ഞാൻ ലാസ്റ്റാണ് വെക്കണത്. അപ്പോൾ അതേ കണിക്കൊന്ന വരെ ആദ്യമൊക്കെ ഞാൻ ഇതിന് ഭയങ്കര എതിരായ ആളായിരുന്നു. പക്ഷെ ഇവിടെ കിട്ടാനൊന്നുമില്ല. ഇവിടെ ഇതുപോലത്തെ ഒരു പൂവുണ്ട്, നിങ്ങൾ എൻ്റെ പഴയ വ്ളോഗ് നോക്കിയാൽ അറിയാം. UK ശരിക്കും കണിക്കൊന്നയായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു പൂവുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കിയപ്പോൾ അത് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു മാസം കൂടി കഴിയുമ്പോഴാണ് അത് ഉണ്ടാവുന്നത്, നല്ല ചൂടാവുന്ന സമയത്ത് കേട്ടോ. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കണിക്കൊന്ന എനിക്ക് വെക്കണം, അത് വെച്ചത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അതൊന്ന് കറക്റ്റാകുമ്പോഴും വെക്കണം എന്നുണ്ട്. അപ്പോൾ ഇത് അരി വെച്ചിട്ടുണ്ട്. ഇനി നാണയങ്ങളും അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഞാൻ ഒരു ഇലയുടെ രീതിയിലുള്ള, ഒക്കെ ആർട്ടിഫിഷ്യലാണ്. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നും കേട്ടോ എൻ്റെ കാണി. ഇപ്പോഴത്തെ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വൃന്ദ വന്നിട്ട് പാവം അത് രാത്രി ഫുള്ള് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് അത് വന്നിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ആൾ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞു അവൾ കിടന്നോ, പക്ഷെ എന്നാലും അത് എല്ലാത്തിനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിതൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ. ഞാൻ പറയണ്ടില്ലേ, പല പ്രാവശ്യം ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കണിയിലെ മെയിൻ. എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കൃഷ്ണൻ നല്ല ഭംഗിയുള്ള മുഖമായിരിക്കണം. ഇപ്പോൾ നമ്മൾ പോയാലും ഞാൻ കൃഷ്ണനെ വാങ്ങിക്കാൻ പോയാലും എനിക്ക് ചിലത് ഇഷ്ടാവില്ല. പക്ഷേ ഈ കൃഷ്ണൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു മുഖമാണ്. എനിക്ക് ആ കൃഷ്ണൻ്റെ മൂക്കും ചുണ്ടൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൃഷ്ണൻ, നല്ലൊരു കളർഫുൾ കൃഷ്ണൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കണിയിലുള്ളത്. നാട്ടിലെ നാണയമൊക്കെയാണ്. നമ്മളെന്തായാലും നാട്ടിലേക്ക് പോകേണ്ട ആൾക്കാരല്ലേ, അപ്പോൾ പിന്നെ എന്തായാലും നാട്ടിലെ നാണയങ്ങളൊക്കെ തന്നെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് ചന്ദനത്തിരി. അപ്പോൾ ചന്ദനത്തിരി കുത്തുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. ഈ ചന്ദനത്തിരി ഇത്രയൊക്കെ കത്തിച്ച് ഒന്ന് കത്തൊക്കെ പിടിച്ചാൽ നമ്മൾ കാർപ്പറ്റാണ് താഴെ എന്തെങ്കിലും പറ്റും. അപ്പോൾ എന്താ പറഞ്ഞു, അത് പ്രശ്നമൊന്നുമില്ല ചേച്ചി, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊക്കെ കത്തിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അങ്ങനെ കൃഷ്ണൻ്റെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഞാൻ അത്ര കൃഷ്ണഭക്തിയൊന്നുമല്ല, പക്ഷേ എനിക്ക് ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇതാണ്. ഞാൻ നല്ലൊരു ശിവഭക്തിയാണ്, പക്ഷേ എനിക്ക് കൃഷ്ണനെ ഇഷ്ടമാണ് കേട്ടോ. കൃഷ്ണനെ എനിക്കൊരു ഭഗവാനായിട്ടല്ല, എനിക്ക് എൻ്റെ ഒരു കൂടെയുള്ള ഒരാൾ ആ ഒരു ഇതിലായിട്ടാണ്. എനിക്കൊരു ദൈവമായിട്ട് കൃഷ്ണനെ തോന്നുന്നില്ല. എൻ്റെ കൂടെ എപ്പോഴും ഉള്ള ഒരാൾ, ഒരു കൂട്ടുകാരൻ, ആ ഒരു രീതിയിലാണ് എനിക്ക് എപ്പോഴും കൃഷ്ണൻ. പക്ഷേ എനിക്ക് ദൈവം അല്ലെങ്കിൽ ഒരു ഭക്ത എന്നുള്ള രീതിയിൽ ഞാൻ നല്ലൊരു ശിവഭക്തിയാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ വിളക്കാണ്, ഇതിലെങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല, ഒരു കുഞ്ഞ വിളക്കാണ്. അപ്പോൾ ഞാൻ നമ്മുടെ തിരിയൊക്കെ പൊളിച്ച് ആണ് കത്തിക്കാനായിട്ട് വെക്കണം. പിന്നെ നമ്മുടെ ഈ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയുടെ ഉള്ളിൽ അരി വെച്ചിട്ട് കിഴി കെട്ടിയിട്ടാണ് നമ്മൾ തിരി വയ്ക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഇതാവുമല്ലോ, വേറെ ചിരാതും അങ്ങനെ ഇങ്ങനെയൊന്നും വെക്കാനില്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. കണി കാണുന്ന നേരത്ത് മാത്രം നമ്മളത് കത്തിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ട തിരിയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വെള്ള തുണി കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ അരി ഇട്ടിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ തീർത്ത് വയ്ക്കും. എന്നിട്ട് അത് നമ്മൾ നാളികേരത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കത്തിക്കും. ഇതാണ് ഇനി ഉള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൃന്ദ തുണി എടുക്കാൻ പോയിട്ടുണ്ട്. ഏകദേശം സെറ്റായ പോലെ എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുണി വന്ന് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളത് അരിയിട്ടിട്ടാണ് ഇനി ചെയ്യാൻ പോണത്. ഇതൊക്കെ താലം പിടിക്കുമ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, വിളക്ക് വയ്ക്കാനൊന്നും തിരി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കില്ല. നമ്മൾ എന്താ ചെയ്യും, നമ്മൾ നല്ല അന്നൊക്കെ ഈ പോളിസ്റ്റർ കൂട്ടുള്ള തുണി കുറവാണ്. നല്ല കോട്ടൺ സെറ്റുമുണ്ട് പഴയതൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കഴുകി ഉണക്കി തിരി തെറുക്കും, കാലുമേക്കോടെ തിരി തെറുക്കും. അത് എത്ര ക്ലീനായിട്ട് തെറുക്കണമെന്നുള്ളത് മത്സരമാണ്. എൻ്റെ വീട്ടിലൊക്കെ ഈ അടുത്ത് ഞാനൊരു 10ലൊക്കെ ആയ ആ ഒരു ടൈമിലൊക്കെയാണ് തിരി വാങ്ങി തുടങ്ങിയത്. മറ്റേത് തിരി തെറുക്കും, അങ്ങനെയാണ്. അതുപോലെ താലം പിടിക്കുന്ന സമയത്ത് ഇതുപോലെ കിഴി കെട്ടിയിട്ടാണ് നമ്മൾ
ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളിത് ഏകദേശം ഇത് പ്യുവർ കോട്ടൺ അല്ല, കുറച്ച് എന്താ പറയുക ഒരു ബനിയൻ ടൈപ്പ് ക്ലോത്താണ്. അപ്പോൾ അത് പന്തം പോലെ നിൽക്കുമോ എന്നൊക്കെ ഉള്ളതിൽ ഞങ്ങൾ നല്ല രീതിയിൽ അതിനെ ടൈറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഒരു സന്തോഷമല്ലേ, നമ്മൾ ഇത്തിരി എഫേർട്ട് എടുത്താലും ആ ഒരു ഇതിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു സന്തോഷമല്ലേ. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എൻ്റെ ഒരു വൈബൊക്കെ തന്നെ വൃന്ദയ്ക്കും, അവളും നല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നെങ്കിലും അത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്, അങ്ങനെയുള്ള കുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ഇത്രയും ഇതായാലും ഇപ്പോൾ തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞാലും നമ്മളുടെ ആ രീതിയിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെയ്ത ആ രീതി ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുക പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതേ നമ്മൾ ഏകദേശം അതൊരു പന്തം പോലെയായി. അപ്പോൾ ഞാൻ പിന്നെ അത് വെട്ടിക്കളഞ്ഞിട്ടാണ് ഒന്ന് സെറ്റാക്കണേ. കാരണം ഇത് ആളി കത്തി കഴിഞ്ഞാൽ എനിക്ക് അതും പേടിയുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ അധികം ഒതുങ്ങാത്ത തുണിയാണ്. നമ്മൾ മറ്റേ കോട്ടൺ ആകുമ്പോൾ അത് ഒരു ഇതിലിങ്ങനെ ഇരുന്നോളും. അപ്പോൾ കുറച്ച് കത്തി കഴിയുമ്പോൾ ആദ്യത്തെ ആളൽ കഴിയുമ്പോൾ ശരിയായിക്കോളും. എന്നാലും ഈ പറഞ്ഞ മാതിരി നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് ചെത്തി ഒരുക്കി റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ രാത്രിയാണ് ഡബ് ചെയ്യണേ, കാരണം എനിക്ക് നാളെ ഇതും കൂടെ നമ്മൾ കണി കാണുന്നതും കൂടെ കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോ കഴിഞ്ഞിട്ട് ഞാനിത് ഇടുള്ളൂ. അപ്പം ഞാൻ രാത്രി ഡബ് ചെയ്യുന്നത് കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ രാത്രി ഡബ് ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കിഴിയൊക്കെ കെട്ടി ഇത് ഫൈനൽ പ്രോസസ്സാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ വിഷുവൊക്കെ ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. സംക്രാന്തി പടക്കം പൊട്ടിക്കൽ, പടക്കം എനിക്ക് പേടിയാണ്, കമ്പിത്തിരി കത്തിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിച്ചത്? നിങ്ങളിങ്ങനെ എല്ലാ പ്രാവശ്യത്തെയും പോലെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അത് ഏകദേശം അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ നാളികേരം ഇരിക്കണില്ല, അപ്പോൾ നമ്മളിത്തിരി അരി വെച്ചിട്ട് അതിലാണ് ഇങ്ങനെ വെക്കുന്നത്. എന്താ പറയുക, ഇതിങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല വയ്ക്കാറുള്ളത്. എൻ്റെ വീട്ടിൽ നാളികേരം പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കോയിനായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. ഇപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. ഇത് ഓരോരുത്തരും ഇപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ തന്നെയാണെങ്കിലും കാസ്റ്റ് വൈസും അങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തോട്ടെ, ഭംഗി ഏതാണെങ്കിൽ അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എണ്ണ ഒഴിക്കുക കേട്ടോ. എണ്ണ നല്ല രീതിയിൽ കുടിക്കുന്ന തുണിയാണ്. അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ച് ഞാൻ കുറച്ചൊക്കെ ഒന്ന് പിഴിഞ്ഞൊക്കെ കളഞ്ഞ് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഒരു പന്തം പോലെയാണ് നിൽക്കണേ. പക്ഷെ അത് സെറ്റാവും. ആദ്യത്തെ ഒരു പ്രാവശ്യം ആ ഒരാളിൽ കഴിയുമ്പോൾ പിന്നെ അതൊന്ന് സെറ്റായിക്കോളും. കൃഷ്ണൻ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷമാവുണ്ടെന്ന് തോന്നുന്നു. ആളിങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നാറുണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൃഷ്ണനെ നോക്കുമ്പോൾ കൃഷ്ണൻ്റെ മുഖം പല രീതിയിൽ അല്ലെങ്കിൽ പല വികാരങ്ങൾ കാണിച്ചിട്ടുള്ള, മീൻസ് ഇപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ ചിരി കുസൃതി അങ്ങനെ മാറുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടത്തൊക്കെ കാണിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ കൃഷ്ണനെ അങ്ങനെ തുറപ്പിച്ച് നോക്കണ പോലെയൊക്കെ എനിക്ക് പണ്ട് തുടങ്ങി തോന്നാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ പറയട്ടോ. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇനിയിപ്പോൾ നിങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇങ്ങനെ പറയണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു സന്തോഷമായിട്ടാണ്, നാട്ടിലെ ഒരു സെറ്റപ്പ് എന്നുള്ളൊരു ഇതായി. അപ്പോൾ ഇതാണ് നമ്മുടെ കണി. ഇനി നമ്മൾ കണി കാണാൻ പോണേ.